ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് മെൻസ്ട്രൽ കപ്പ് ഞാൻ ആദ്യമായിട്ട് വെക്കാൻ പോവാണ്. സിറോണയുടെ ഈ ഒരു മെൻസ്ട്രൽ കപ്പാണ് നമ്മൾ മേടിച്ചത്. എനിക്ക് ഇവളാണ് തന്നത്, ഗിഫ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്തിട്ട് വന്നിട്ട് നല്ല പേടിയൊക്കെ ഉണ്ട്. ഇവര് ഇങ്ങനെ വരക്കേ ഇവർ മൂന്നുപേരും കപ്പാണ് യൂസ് ചെയ്തത്. ഇങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ തന്നെ ഇനി ഞങ്ങൾ കാണിക്കും. ഞങ്ങള് കപ്പ് യൂസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാനിത് വെച്ചിട്ട് വരാം. വെച്ചിട്ട് വന്നിട്ട് എന്റെ അഭിപ്രായം പറയും. നല്ല പേടിയൊക്കെ ഉണ്ട്. ഓക്കെ, അതുവരേക്കും വെക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഭയങ്കര പേടിച്ചാണ് പോയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ചേച്ചിയൊക്കെ വെക്കാൻ പോകുന്ന ആൾക്കാരാണ് ഭാവിയില്. അപ്പൊ ഞങ്ങളൊക്കെ ഓൾറെഡി വെച്ചവരാണ്. അപ്പൊ പേടിക്കാനൊന്നുമില്ല. ഞങ്ങളുടെ ബാച്ചിൽ ഫസ്റ്റ് വെച്ചത് സെക്കൻഡ് വെച്ചു, തേർഡ് വെച്ച് തന്നു. അതെന്റെ കപ്ലങ്ങ. കഴിച്ചോ? അവള് കഴിച്ചു. അതത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ ഹോസ്റ്റലേഴ്സ് ആണെങ്കിൽ ആക്ച്വലി കപ്പ എന്ന് പറയുന്നത് പാഡ് വെച്ച് നോക്കിയാൽ വളരെ നല്ലതാണ്, നല്ലൊരു സാധനമാണ് അല്ലേ. നമുക്ക് ഇപ്പൊ പാഡ് വെക്കുമ്പോൾ ഇറിറ്റേഷൻസ്, അവിടത്തെ ഇത് ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലായോ? നമുക്ക് ഈ പാഡ് വെക്കുമ്പോൾ ഇറിറ്റേഷൻസ് അല്ലാത്ത ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല. നല്ലൊരു പിന്നെ പാഡ് ആവാൻ പറ്റില്ല. നമുക്കങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്ര നല്ലതാണ് കപ്പ്. ഭയങ്കര കംഫർട്ടാണ്. ഇപ്പൊ നമുക്കിപ്പോ പാഡ് മാറണ്ട, അല്ലെ ലീക്കിന്റെ അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും വേണ്ട. നമുക്ക് ആദ്യം വെക്കുമ്പോ വെക്കുന്നവർക്ക് ചിലപ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഫസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും ടെൻഷൻ ഉണ്ടാവും. ഇതെന്തോ കറക്റ്റ് ആയിട്ടാണ് വെക്കുന്നത് അങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാഡിലോട്ട് തിരിച്ചു പോക്കില്ല. മുടിയുള്ള ആള് മുടിയില്ലാത്ത. ഓക്കെ, മെല്ലെ ഇതൊക്കെ കേറ്റോന്ന് അറിഞ്ഞൂടാ. എന്നാലും അവള് വെച്ചിട്ട് വന്നത് എക്സ്പീരിയൻസ് നമുക്ക് പറയുമ്പോ കേൾക്കാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മള് കിഡിലായിട്ട് വെച്ച് എനിക്ക് ഇവര് പറഞ്ഞ പോലെ അങ്ങനെ വലിയ വേദന ഉണ്ട്. ഇത്രയും നമ്മുടെ ബാച്ചിൽ കപ്പ് വെച്ചാൽ ഏറ്റവും ഫാസ്റ്റ് ആൻഡ് കറക്റ്റ് ആയിട്ട് നല്ല മിടുക്കായിട്ട് ഗൈസ്. എന്നാന്ന് വെച്ചാൽ ഇവരൊക്കെ എന്നുവെച്ചാൽ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഉണ്ടപ്പോ ഞാൻ പേടിച്ചു, ഇങ്ങനെ വേദന ഉണ്ടാവുമോ എന്ന് ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും തോന്നിയില്ല. ഞാൻ വെച്ചപ്പോ തന്നെ സാധനം കേറിപ്പോയി. പിന്നെ ഇറങ്ങി വരുന്ന പോലൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ ഇറങ്ങി വരത്തില്ല അല്ലേ. അത് ഇറങ്ങി വരുവാണെങ്കിൽ അത് വെക്കുമ്പോ തന്നെ ഇറങ്ങി വരത്തില്ലേ? ഓക്കെ. എന്തായാലും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് അങ്ങനെയൊന്നും ഇല്ല. പെട്ടെന്ന് വെച്ചിട്ട് വന്നു. അത് ഞാൻ വിചാരിച്ചില്ല ഫാസ്റ്റ് ആയിട്ട് കയറി വന്നു, പക്ഷെ എന്തോ കയറി. അപ്പൊ ഗൈസ് വളരെ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇന്ന് ഊരുന്ന കാര്യത്തിനായിട്ട് ഊരുന്നത് കഴിഞ്ഞ് വന്നിട്ട് പറയാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ 4 ദിവസം മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ആദ്യമേ ഞാൻ യൂസ് ചെയ്ത മെൻസ്ട്രൽ കപ്പ് എന്ന് കാണിച്ചു തരാം. സിറോണയുടെ ഈ ഒരു മെൻസ്ട്രൽ കപ്പാണ് ഞാൻ യൂസ് ചെയ്തത്, സ്മോൾ. ഓക്കെ, അപ്പം ഞാൻ ഇത് ഏത് ഷേപ്പിലാണ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ ഉള്ളിലേക്കാക്കിയിട്ട് ഇത് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ വെച്ചത്. അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഈ ഒരു എഡ്ജ് ഇങ്ങനെ മെല്ലെ അകത്തോട്ട് കൊണ്ടുവന്ന് ടിക്ക് 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 എന്ന് പറഞ്ഞ് കയറി ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പം കുറേ പേര് പറഞ്ഞായിരുന്നു, കുറേ പേർക്ക് കുറേ ടൈം എടുത്തിട്ടായിരുന്നു ചെയ്തത്. പിന്നെ ചെറിയൊരു പാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. കുറേ പേര് ട്രൈ ചെയ്തിട്ട് പിന്നെ അത് നിർത്തിയായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ആദ്യമേ തന്നെ കയറി. എനിക്ക് ഒത്തിരി സമയമൊന്നും എടുത്തില്ല. പിന്നെ അത് ഊരുമ്പോൾ ചെറിയൊരു വേദന ഉണ്ടാവുമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലക്കാം. ഓക്കെ, അപ്പോൾ ഊരുമ്പോൾ ഇത് ചെറിയൊരു വേദന ഉണ്ടാവുമെന്ന് കുറേ പേരൊന്നും പറഞ്ഞിട്ടില്ല, കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. അപ്പം എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് ആദ്യമേ ഇതിൻ്റെ ഈ അറ്റ ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് ഒന്ന് അനക്കിയിട്ട് കുറച്ച് ഉള്ളിലോട്ട് കൈയിട്ടിട്ട് ഇത് ഇറക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. എനിക്കങ്ങനെ പെയിനൊന്നും ഇല്ലായിരുന്നു, ഒട്ടും ഇല്ലായിരുന്നു. പിന്നെ ഇത് യൂസ് ചെയ്ത ഏറ്റവും നല്ല ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പീരീഡ് ആണെന്ന് നമുക്ക് തോന്നത്ത് പോലും ഇല്ല. നേരത്തെ നമ്മൾ പാഡ് മാറണം അങ്ങനെ കുറേ ടെൻഷനൊക്കെ ഉണ്ട്, പിന്നെ പാഡ് നിറയുമ്പോൾ ഒരു ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, പീരീഡ് ആണെന്നേ തോന്നത്തില്ലായിരുന്നു. പിന്നെ ഇതിൽ ഏറ്റവും ദ ബെസ്റ്റ് പാട്ടെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ പാഡ് വെക്കുവാണെങ്കിൽ മൊത്തം നിറഞ്ഞിട്ട് തൊടയിലും അവിടെ ഇവിടെ ഒക്കെ ബ്ലഡ് ആവുമായിരുന്നു. പക്ഷെ രാവിലെ ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് പീരീഡ് ആയിട്ട് നമ്മൾ എണീക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഞാൻ കപ്പിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം അതിലിട്ടിട്ടാണ് ലാസ്റ്റ് ഇതിലോട്ട് തിരിച്ച് കയറ്റി വെച്ചത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പാഡൊക്കെ കളഞ്ഞിട്ട് മെൻസ്ട്രൽ കപ്പിലോട്ട് വരിക. ഞാൻ ഇത്ര ലേറ്റായി പോയല്ലോ എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. കുറേ നാളിങ്ങനെ പേടിച്ചിട്ട് വെക്കായിരുന്നതാണ്. ഇപ്പം ഞങ്ങളുടെ ബാച്ചിൽ കുറേ പേര് ഇങ്ങനെ പെതുക്കെ മെൻസ്ട്രൽ കപ്പിലോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനും മേടിച്ചൊന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചാണ്.
ഇത്രയും നാളും അത് മേടിച്ചില്ലല്ലോ എന്നുള്ളൊരു റിഗ്രഷൻ എനിക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും പാഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊക്കെ കളയുക. കാരണം ഇത് വെച്ചാൽ നമുക്ക് എന്തോരം കംഫർട്ടാണ് ഉണ്ടാകുന്നത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പം ഞാൻ വെറും 4 ദിവസം യൂസ് ചെയ്തോളെങ്കിലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇത്രയും നേരം ഞാൻ എൻ്റെ റൂമിലുള്ള എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത്. കാരണം ആ കട്ടിലേൽ ആരുമില്ല, ഇവിടുത്തെ കട്ടിലേലും ഒന്നും ആരുമില്ല. കാരണം എല്ലാവരും ഒരു മൂലയിൽ ഇവിടെ മാറി കിടക്കുവാണ്. അപ്പോൾ ഇത്ര നേരം എനിക്ക് വീഡിയോ ചെയ്യാൻ സഹകരിച്ച എൻ്റെ കൂട്ടുകാർക്കും 1000 നന്ദി പറയുന്നു. ഓക്കെ, ബൈ ഗൈസ്. അപ്പം ഇത്ര നേരം എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു. ഇതുപോലെ ഒത്തിരി വീഡിയോസ് ഉണ്ട്, ഇതിനേക്കാളും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ ആൾക്കാർ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടു. താങ്ക് യു സോ മച്ച്. ബൈ.